ഹലോ, ഇന്ന് ഡിസംബർ 24th ക്രിസ്മസ് ഈവ് ആണ്. ഈ വീഡിയോ നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴത്തേക്കും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ക്രിസ്മസ് കുക്കിംഗ് പ്രിപ്പറേഷൻസും മെനു ഒക്കെയാണ് കേട്ടോ ഒരു ചെറിയ വ്ളോഗായിട്ട് ഡോക്യുമെന്റ് ചെയ്തേക്കുന്നത്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറഞ്ഞോട്ടെ, എനിക്ക് ഈ വോയിസ് ഓവർ ഒന്നും ചെയ്ത് വലിയ പരിചയമില്ല. സോ ഇൻ കേസ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ എല്ലാവരും ക്ഷമിക്കണം. ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഈ മീറ്റൊക്കെ കഴുകി വൃത്തിയാക്കുക എന്നുള്ളതാട്ടോ. ഞാനൊരു 2-3 ടൈംസ് കഴുകി, പക്ഷെ എന്നിട്ടും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തതുകൊണ്ട് ഞാൻ അതെൻ്റെ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു. പുള്ളി അത് കഴുകി വൃത്തിയാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ തോല് പൊളിച്ചു വെക്കാം കേട്ടോ. സോ ഇതിങ്ങനെ മുൻകൂട്ടി ചെയ്ത് വെക്കുമ്പോൾ നാളെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഒരുപാട് ടൈമും സേവ് ചെയ്യും. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നോൺ വെജിൻ്റെയും കടുക് വറുക്കാനൊക്കെ നമുക്കിത് എടുക്കുകയും ചെയ്യാം. സോ അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാനത് കുറേയൊക്കെ തോല് പൊളിച്ച് മാറ്റിയെടുത്ത് വെച്ചു. അപ്പോഴേക്കും പുള്ളി ഇത് ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മീറ്റിൽ ഈ ഒരു കളർ വരണം കേട്ടോ. എവിടെയെങ്കിലും കുറച്ചെങ്കിലും റെഡ് ഷെയ്ഡ്, ഒരു ബ്ലഡ് റെഡ് ഷെയ്ഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരു കഴിക്കുമ്പോൾ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. സോ പുള്ളി ഒരു മിനിമം 8 to 10 ടൈംസ് എങ്കിലും ഇത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇത് കഴുകിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കി ഉണ്ടായിരുന്ന ഉള്ളിയും വെളുത്തുള്ളീൻ്റെ തോലൊക്കെ പൊളിച്ച് മാറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം ഞാനൊരു നല്ല വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കഴുകി നല്ലോണം കഴുകിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് മാറ്റിയെടുത്ത് വെച്ചു. സോ ദാറ്റ് ആ വെള്ളം, വാട്ടർ കണ്ടന്റ് എല്ലാം ഡ്രൈ ഔട്ട് ആവാൻ വേണ്ടിയിട്ട് മാറ്റിയെടുത്ത് വെച്ചു. ഇനി ഇറച്ചി വേവിക്കാനുള്ള അനിയൻസ് ആണ് കേട്ടോ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് തന്നെ ഇറച്ചി വേവിച്ച് വെക്കും, എന്നിട്ട് നാളെ ക്രിസ്മസിൻ്റെ അന്നാണ് ഇത് റോസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിലേക്ക് വേണ്ട ഉള്ളിയും ഈ പൊടികളൊക്കെ ആഡ് ചെയ്യണം. സോ ഇവിടെ പൊടികളായിട്ട് ഞാൻ ചില്ലി പൗഡറും കൊറിയാൻഡർ പൗഡർ, ടേമറിക് പൗഡർ, ഗരം മസാല, കുറച്ച് മീറ്റ് മസാലയും കറി ലീവ്സും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 വിസിൽസ് അടുപ്പിച്ച് മാറ്റി വെക്കും കേട്ടോ. ഇനി നാളെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇനി കുക്കർ തുറക്കുള്ളൂ. പിന്നെ എനിക്കിതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷെ എനിക്ക് മുൻപ് കുക്ക് ചെയ്തിട്ടുള്ള പരിചയത്തിൻ്റെ ഇതിലൊക്കെ ബേസ് ചെയ്തിട്ട് എനിക്ക് ആവശ്യത്തിന് കറക്റ്റ് ഇടാൻ അറിയാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. ഇനി ഡെസേർട്ടായിട്ട് ഞാൻ ബ്രെഡ് പുഡിംഗ് ആയിരുന്നു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ ഇന്ന് തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലാണ് നാളെ ആകുമ്പോഴത്തേക്കും സെറ്റ് ആവുള്ളൂ. സോ ഇതിലേക്ക് ഫസ്റ്റ് ഞാൻ ഒരു 1/2 ലിറ്ററോളം പാലെടുത്ത് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്യും. അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എത്രത്തോളം ഷുഗർ വേണോ അത്രത്തോളം ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ചെറിയ ബൗളിലേക്ക് കസ്റ്റർഡ് പൗഡർ ഇടുന്നുണ്ട്. 2 to 3 ടേബിൾ സ്പൂൺ ഓഫ് കസ്റ്റർഡ് ആഡ് ചെയ്യുന്നുണ്ട്. മിൽക്കിൽ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് ഈ തിളച്ച പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി വേണം കേട്ടോ. ഓവർ തിക്നെസ് അല്ല, എന്നൊരു കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലോട്ട് വേണം. ഇനി ഇതിലേക്കുള്ളൊരു ഡ്രസ്സിങ് റെഡിയാക്കണം. ആ ഡ്രസ്സിങ്ങിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീമും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും എടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് ചില ആൾക്കാർ ഒരുപാട് ക്രീമിഷ് ആക്കി എടുക്കും. എനിക്ക് അത്ര ക്രീമി ആയിട്ടുള്ളത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനൊരു ലൈറ്റ് ടെക്സ്ചർ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ക്രീമിഷ് ആക്കുന്നില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബീഫിൻ്റെ 4 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൗ ഓഫ് ചെയ്തു. പിന്നെ നമ്മുടെ പുഡിങ്ങിൻ്റെ പാല് നമ്മൾ മാറ്റി വെച്ചേക്കാം കേട്ടോ. ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചേക്കാണ്. ഇൻ ദ മീൻ ടൈം നമുക്ക് പെട്ടെന്നൊരു മോരിയോറി സെറ്റാക്കി എടുക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. സോ ഇതിലേക്ക് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകം കൂടെ ആ കല്ലിലിട്ട് നന്നായിട്ട് ഇടിച്ചൊരു ബൗളിലേക്ക് മാറ്റി വെച്ചേക്കാണ്. പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടിയും കുറച്ച് ടേമറിക് പൗഡറും ഇതുപോലെ വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് ആദ്യം മാറ്റിയെടുത്ത് വെക്കുക. അതിനുശേഷം ചട്ടി വെച്ച് അതിലേക്ക് എണ്ണയും കടുകും ആവശ്യത്തിന് ഉലുവയും, ഞാനിവിടെ വറ്റൽമുളകും ഇടുന്നുണ്ട്. വറ്റൽമുളകും കറി ലീവ്സും ഒക്കെ ഇട്ടൊന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ മിക്സും ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത കേർഡാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് 2-3 മിനിറ്റ് നമ്മൾ ഇതിനകത്ത് നിന്ന് കൈവിടാണ്ട് ഇളക്കണം കേട്ടോ. കൈ വിട്ടാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അങ്ങനെ പിരിഞ്ഞു പോയാൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല. സോ വേണമെങ്കിൽ ഇപ്പം തന്നെ ഓഫ് ചെയ്യാം, ബിക്കോസ് ചട്ടിയിൽ ഓൾറെഡി ചൂടുണ്ടാവും. പക്ഷെ ഞാൻ സ്റ്റൗ ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ്സും കൂടെ ഇങ്ങനെ ഇളക്കിയിട്ട് അതെടുത്ത് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മോരിയോറി റെഡിയായി. ഇനി നമുക്ക് പുഡിങ്ങിലേക്ക് വരാം. സോ ആദ്യം തന്നെ ഞാൻ ഈ ബ്രെഡിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആ ബ്രൗൺ പോർഷൻസ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് ഈ വൈറ്റ് പോർഷൻസ് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒരു പുഡിംഗ് ട്രേ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതൊരു ഒരു പാത്രമോ മോൾഡോ എടുക്കുക. ഫസ്റ്റ് ലെയർ ഈ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന കസ്റ്റർഡ് ഒഴിച്ചു കൊടുക്കണം. ഫുൾ എല്ലാ സൈഡും ഈക്വലി കവർ ആവുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും ഇതുപോലെ ബ്രെഡ് പ്ലേസ് ചെയ്യണം കേട്ടോ. നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ സെറ്റ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ വെറും 2 ലെയർ മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ.
പിന്നെയും ഇതിന്റെ മുകളിൽ കസ്റ്റർഡൊക്കെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെച്ച കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും ആണിത്. ഇതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈക്ക് പിസ്താഷ്യൂസും വാൾനട്ട്സും കാഷ്യൂസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഇതിൻ്റെ ഒരു ക്രഞ്ച് കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ക്രഞ്ച് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അത്. സോ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്തിട്ട് സ്ട്രേറ്റ് ടു ഫ്രിഡ്ജാണ്. ഇനി നാളെ ഞാനത് സെർവ് ചെയ്യുന്ന സമയത്തേ പുറത്തേക്ക് എടുക്കുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ നാളത്തെ ക്രിസ്മസ് ലഞ്ച് മെനു. ഈ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഫ്രിഡ്ജിലൊട്ടിക്കുന്ന ഷീറ്റ് ഇത് തന്നെയാണ് കേട്ടോ. സോ ഇതിൽ എഴുതിയിട്ടുള്ള റഷ്യൻ സാലഡിനുള്ള വെജിറ്റബിൾസും കൂടി എനിക്ക് ഇന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. ബട്ട് ഇറ്റ് വാസ് വെരി ലേറ്റ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ലേറ്റ് ആയിട്ടാണ്. ബിക്കോസ് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു. വർക്കൊക്കെ കഴിഞ്ഞ് വീടൊക്കെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ കുക്കിംഗ് പരിപാടീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ടയേർഡും ആയിരുന്നു. ഇനി വേറെ ഒന്നും ചെയ്യാനുള്ള എനർജി ഉണ്ടായിരുന്നില്ല. സോ ബാക്കിയൊക്കെ ഇനി നാളെ ചെയ്യാമെന്ന് ഓർത്ത് പെട്ടെന്ന് പോയി പല്ലും തേച്ച് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇനി എന്തായാലും നാളെ നമുക്ക് അങ്ങനെ ഗസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ തന്നെയാണ്. സോ എന്തായാലും എല്ലാവരും ലേറ്റ് ആയിട്ട് എണീക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഫോഴ്സ്ഡ് ആയിട്ട് എണീക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് പോയി കിടന്നുറങ്ങിയത്. എണീക്കുമ്പോൾ എണീക്കാമെന്ന് ഓർത്തു. ഈ പെട്ടെന്ന് മുടിയൊക്കെ ഒന്ന് അഴിച്ച് ബൺ കെട്ടി പോയി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പൊ ഇനി നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ്, മേരി ക്രിസ്മസ്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ക്രിസ്മസ് ഡെക്കോറൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം എന്നും രാവിലെ ഈ ലൈറ്റ്സ് ഒക്കെ ഓണാക്കി ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ കുറേ നേരം ഞാൻ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും കേട്ടോ. എനിക്കിതൊക്കെ കാണുന്ന എന്തോ ഒരു സന്തോഷമാണ്. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ മുന്നിലൊക്കെ നിന്നതിന് ശേഷം പെട്ടെന്ന് പോയി പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകിയിട്ട് വന്നു. പിന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഡേന് അന്ന് നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന് ഒന്നെങ്കിൽ സ്റ്റൂവും അപ്പവും അല്ലെങ്കിൽ ബ്രെഡും സ്റ്റൂ ആക്കണം എന്നുള്ളത്. സോ അതുപോലെ തന്നെ ഞാൻ കുറച്ച് ഇന്നലെ ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചേന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റൂവും ബ്രെഡും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആക്ച്വലി ഇത് ഉണ്ടാക്കാൻ നിന്നോണ്ട് എൻ്റെ ലഞ്ച് പ്രിപ്പറേഷൻസ് ഒക്കെ കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഇത് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നെങ്കിൽ ലഞ്ചൊക്കെ ഓൺ ടൈമിലായേനെ. ഇത് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ലാഗ് വന്നു കേട്ടോ. പക്ഷേ സ്റ്റൂ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് മുന്നേ ഞാൻ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് ടൈമും എഫേർട്ടും എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റൂ ആണ്. പക്ഷെ അതിനൊന്നും ഇത്ര ഫ്ലേവർ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ സ്റ്റൂ ആക്ച്വലി നല്ല അടിപൊളിയായിരുന്നു. പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ടാവാം നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇതിൽ ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ഇട്ട് കുറച്ച് കടുകും കാഷ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ക്രഞ്ചിന്. പിന്നെ ഈ ഒരു പേസ്റ്റാണ് ആഡ് ചെയ്യുന്നത്. ഈ പേസ്റ്റിൽ ഞാൻ കറി ലീവ്സും ഗ്രീൻ ചില്ലീസും ചെറിയ ഉള്ളിയും കാഷ്യൂ നട്ട്സും ആണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി അരച്ച് ചേർത്തതിന് ശേഷം അതിലേക്ക് മീറ്റ് ആഡ് ചെയ്തായിരുന്നു. മീറ്റിൽ ഞാൻ മീറ്റ് വേവിക്കുന്ന സമയത്ത് പൊട്ടാറ്റോയും ക്യാരറ്റും പെപ്പറും സോൾട്ട് ഇട്ടിട്ടാണ് വേവിച്ചത്. അതും ആഡ് ചെയ്ത് 1-ാം പാലും 2-ാം പാലൊക്കെ ആഡ് ചെയ്തിട്ടാണ് സ്റ്റൂ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബ്രെഡ് ഓക്കേഷ് ആയിരുന്നു. അത്ര അടിപൊളി ബ്രെഡൊന്നും ആയിരുന്നില്ല കേട്ടോ. ബട്ട് സ്റ്റൂ വാസ് എ ഹിറ്റ്. സ്റ്റൂ വാസ് റിയലി ഗുഡ്. അപ്പം സ്റ്റൂവും ബ്രെഡൊക്കെ കഴിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം അപ്പോഴത്തേക്കാണ് സിസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. അവരും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊക്കെ കൂടി. പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള തേങ്ങ റോസ്റ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും എല്ലാവരും കിച്ചണിലുണ്ടായിരുന്നു. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കോക്കനട്ട് ഒക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിനി ബീഫ് വഴറ്റിയെടുക്കാൻ പോവാണ് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് വേറെ മസാല പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്യില്ല കേട്ടോ. വെറും പെപ്പർ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. വേറെ അല്ലാണ്ടുള്ള ഒരു മസാല പൗഡേഴ്സും ഇതിലേക്ക് ആഡ് ചെയ്യില്ല. സോ ഇതിനി റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. പിന്നെ കറി ലീവ്സും ഗാർലിക്കും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ കസിൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സോട്ടായി കിട്ടിയതിന് ശേഷം നമ്മൾ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റും. അതിനുശേഷമാണ് നമ്മൾ ഇന്നലെ വേവിച്ച് വെച്ച ബീഫ് ആഡ് ചെയ്യും. പിന്നെ ഉപ്പ് നമ്മൾ നോക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇന്നലെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കിയും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പെപ്പർ നന്നായിട്ട് തന്നെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഒരു 20-25 മിനിറ്റ്സോളം ഞാനൊരു ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ കുക്ക് ചെയ്തെടുക്കും കേട്ടോ. അതിൻ്റെ കളർ മാറുന്നോടം വരെ കുക്ക് ചെയ്തെടുക്കും. അപ്പോഴേക്കും ഇപ്പുറത്തെ ചട്ടിയിൽ ഞാൻ ചിക്കൻ കറിക്കുള്ളതൊക്കെ സെറ്റ് ആക്കുകയാണ് കേട്ടോ. ഓൾറെഡി ഞാൻ എണ്ണയ്ക്കകത്ത് തന്നെ അണിയൻസും അതിൻ്റെ മസാലാസൊക്കെ സോട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കനും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ്സോളം മൂടി വെച്ച് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നോടം വരെ വേവിക്കും. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി വരണം കേട്ടോ. ആ റെഡ് ഷെയ്ഡ് പോയിട്ട് ഇതുപോലത്തെ ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ. സോ അങ്ങനെ ചിക്കൻ കറി ഏകദേശം സെറ്റ് ആയപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ കുറച്ച് വേവാനുള്ള ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്ത് അതും വെക്കുന്നുണ്ട്. എൻ്റെ തൊട്ടിപ്പുറത്തെ സ്റ്റൗവിൽ നോക്കി ഞാൻ റഷ്യൻ സാലഡിനുള്ള വെജിറ്റബിൾസ് വേവിക്കുകയാണ് കേട്ടോ. സോ അതിൽ ഞാനിപ്പം പൊട്ടാറ്റോവും ക്യാരറ്റും ഗ്രീൻ പീസും ആണ് കേട്ടോ സാലഡിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സാക്ട്ലി ഞാനൊരു 8 മിനിറ്റോളം വേവിക്കുന്നുണ്ട് കേട്ടോ. മീൻസ് അത് കൂടുതൽ വേണ്ട, ബിക്കോസ് 8 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ക്രഞ്ച് കിട്ടണം. ആ ഒരു ലെവലിലേക്ക് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ കുക്കായതിലേക്ക് നമ്മുടെ കോക്കനട്ട് പേസ്റ്റ്, നേരത്തെ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച കോക്കനട്ടാണ്, ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി 10 മിനിറ്റും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഓൾമോസ്റ്റ് സെറ്റാണ് കേട്ടോ. ഇനി വാട്ടർ ഞാൻ ആഡ് ചെയ്യുന്നില്ല എക്സ്ട്രാ. ആകെ ഇനി മിക്സിന്റെ ജാറിലേക്കുള്ളത് ജസ്റ്റ് ഒന്ന് അങ്ങനെ ചുറ്റിച്ചിട്ട് അതിലുള്ളത് മാത്രം ഒരിത്തിരി വെള്ളവും കൂടെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു തിക്ക് ഗ്രേവിയാണ്. ബിക്കോസ് ഓവർ ലൂസായിട്ടുള്ള ടെക്സ്ചറിലാണെങ്കിൽ ചിക്കൻ കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. ഇനി നമുക്ക് ആ ബോയിൽഡ് ആയ വെജിറ്റബിൾസ് ഒക്കെ ഈ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനിയും അത് ആ ചൂടുവെള്ളത്തിൽ തന്നെ കിടന്നാൽ ചിലപ്പോൾ ആ വെജിറ്റബിൾസ് ഒക്കെ ഓവർ കുക്ക്ഡ് ആവും. അപ്പൊ സാലഡിലിട്ട് നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ആ സാലഡിന്റെ ടേസ്റ്റ് തന്നെ സ്പോയിൽ ആവും. സോ അങ്ങനെ ബോയിൽഡ് ആയ വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ഈ തണുത്ത വെള്ളത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനുള്ള ഡ്രസ്സിങ് റെഡി ആക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ബോൾ എടുത്തിട്ട് അതിലേക്ക് ലെമൺ സിസ്റ്റ് ആദ്യം തന്നെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മയോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം മയോ നമുക്ക് ആക്ച്വലി വീട്ടിലുണ്ടാക്കുന്ന മയോ ആണ് ഏറ്റവും അടിപൊളി സാലഡ്സിന്. പക്ഷെ ഇന്ന് എനിക്ക് ടൈമിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ റെഡിമെയ്ഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് ഫ്രഷ് ക്രീമും പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സോൾട്ടും ഒരു 1 to 1.5 ടീസ്പൂൺ ഓഫ് ഷുഗറും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഡ്രസ്സിങ്ങിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഫ്രൂട്ട്സിൽ ഇവിടെ എടുത്തിരിക്കുന്നത് പൈനാപ്പിളും ആപ്പിൾസും ആണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പൊമോഗ്രാനറ്റ് ആഡ് ചെയ്യാം, പിന്നെ ഗ്രീൻ ആപ്പിൾസും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഇവിടെ ഞാൻ ഇന്ന് പൈനാപ്പിളും ആപ്പിൾസും നോർമൽ ആപ്പിൾസും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ പിന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ബൗളിലാട്ടോ സെർവ് ചെയ്തത്. ബിക്കോസ് കുറേ ഐറ്റംസും ചെറിയ ടേബിളും ആയിരുന്നതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു ചെറിയ ബൗളിലേക്കാണ് സെർവ് ചെയ്യാൻ വേണ്ടി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഈ ചിക്കൻ കറിയും കൂടെ ഇങ്ങനത്തെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പോയി. ഞാൻ വന്നപ്പോഴത്തേക്കും അവർ ടേബിളിലെല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ മെനുവിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ നല്ല ചൂട് ചോറും ബീൻസ് തോരനും ബീഫ് റോസ്റ്റും ഇതൊരു പ്ലം കേക്ക് ആയിരുന്നു കേട്ടോ. ക്യാരറ്റ് പ്ലം കേക്കാണ്, പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറിയും റഷ്യൻ സാലഡും മോര് കറിയും ആൻഡ് ഫൈനലി നമ്മുടെ ബ്രെഡ് പുഡിങ്ങും ആയിരുന്നു ഇന്നത്തെ മെനു. ഈ ഡിഷൊക്കെ ഉണ്ടാക്കി ടേബിളിൽ എത്താൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല വിശന്നിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഫുഡൊക്കെ സെർവ് ചെയ്ത് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ച് പതുക്കെയൊക്കെ ആട്ടോ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ചേർത്തത്. ഇതിൽ ഉണ്ടാക്കിയതിൽ എൻ്റെ ടോട്ടൽ ഫേവറേറ്റ് വാസ് ചിക്കൻ കറി. ചിക്കൻ കറി വാസ് എ ടോട്ടൽ ഹിറ്റ്. ഞാൻ ഉണ്ടാക്കിയത് അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. ബിക്കോസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ തേങ്ങ വറുത്തരച്ചൊന്നും അത്ര എഫേർട്ട് ഇട്ടൊന്നും ഉണ്ടാക്കില്ലല്ലോ. ഇങ്ങനത്തെ ഒക്കേഷൻസിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇന്നത്തെ ചിക്കൻ കറി വാസ് എ ടോട്ടൽ ഹിറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഏറ്റവും സർപ്രൈസിങ് വാസ് എ ബ്രെഡ് പുഡിംഗ്. ബ്രെഡ് പുഡിംഗ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. ബിക്കോസ് ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന ഒരു ഡെസേർട്ട് ആയിരുന്നു കേട്ടോ. നമ്മുടെ മെനുവിലൊക്കെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ഈ പുഡിംഗ്. ഞാൻ ഇതിന് മുന്നേ പുഡിംഗ് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ആകെ ഒരു വട്ടം കണ്ട് മറ്റേ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതാണ് കേട്ടോ. പക്ഷെ അതുപോലും അത്ര രസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ആക്ച്വലി ഇറ്റ് കം ഔട്ട് റിയലി വെൽ. പിന്നെ എല്ലാവരും തന്നെ സെക്കൻഡ് ടൈം ഒക്കെ മേടിച്ച് കഴിക്കുന്നത് കണ്ടപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി. ബിക്കോസ് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു പുഡിംഗ്. മോസ്റ്റ്ലി ഇനിയും ഞാൻ ഈ ഡെസേർട്ട് ട്രൈ ചെയ്യും കേട്ടോ. നല്ല റിപ്പീറ്റ് വാല്യൂ ഉള്ള ഡെസേർട്ടാണെന്ന് തോന്നി. ആൻഡ് ഓൾസോ എൻ്റെ പേരൻസ് ഔട്ട് ഓഫ് ടൗൺ ആണ്. സോ അവർക്ക് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് ഐ എം ഷുവർ ഈ വീഡിയോ കാണുമ്പോൾ അവരെന്തായാലും ഒരു കള്ളച്ചിരിയോടുകൂടി ഈ വീഡിയോ കാണുള്ളൂ. ബിക്കോസ് അവരുടെ പണ്ടത്തെ ആ മടിച്ചിയായ മോളാണ് ഇന്നത് മൊത്തം പ്ലാൻ ചെയ്തതും ഉണ്ടാക്കിയതും ഹോസ്റ്റ് ചെയ്തതൊക്കെ. അഫ്കോഴ്സ് എൻ്റെ ഹസ്ബൻഡും സിസ്റ്ററൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് കാണുമ്പോൾ അവർക്ക് എന്തായാലും നല്ല സന്തോഷമാവും. സോ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ക്രിസ്മസ് വിശേഷങ്ങൾ. ടെൽ മീ അബൌട്ട് യോഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വൺസ് അഗൈൻ മെരി ക്രിസ്മസ്. ബൈ ബൈ.